ഹായ് വെൽക്കം ടു സെൻസ് ഓഫ് സ്കൂൾ ഓഫ് ലൈഫ് സയൻസസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ സിലബസിലെ ഫിഷറീസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് നമ്മൾ പറഞ്ഞല്ലോ. അപ്പൊ ആ ഫിഷറീസ് കോപ്പറേറ്റീവ് ഫെഡറേഷന്റെ ഒരു അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ടുള്ള മത്സ്യ ഫെഡിനെ പറ്റിയിട്ടാണ് ഇന്ന് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ മത്സ്യ ഫെഡ് എല്ലാ ആൾക്കാരും കേട്ട് പരിചയമുള്ള ഒരു പേരാണല്ലേ മത്സ്യ ഫെഡ്. അപ്പൊ എന്താണ് അത് നമുക്ക് നോക്കാം. അപ്പോൾ ഈ മത്സ്യ ഫെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഫെഡറേഷൻ ഫോർ ഫിഷറീസ് ഡെവലപ്മെന്റിന്റെ കീഴിലുള്ള ഒരു എന്താ സ്ഥാപനമാണ് മത്സ്യ ഫെഡ് എന്ന് പറയുന്നത്. എന്താണ്? ഒരു അപ്പെക്സ് ഫിഷറീസ് കോപ്പറേറ്റീവ് ഫെഡറേഷൻ ആണ്. എന്തിനാണ് അത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്? ടു പ്രൊമോട്ട് ദ സോഷ്യോ എക്കണോമിക് ഡെവലപ്മെന്റ് ഓഫ് ഫിഷേഴ്സ് ആൻഡ് ഫിഷ് ഫാമേഴ്സ് ത്രൂ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്. അപ്പോൾ എന്താണ്? സോഷ്യോ എക്കണോമിക്, അതായത് സോഷ്യലിയും എക്കണോമിക്കലിയും ഉള്ള ഡെവലപ്മെന്റ് ആരുടെ? ഫിഷേഴ്സിന്റെയും ഫിഷ് ഫാമേഴ്സിന്റെയും ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു അപ്പെക്സ് സൊസൈറ്റിയാണ് എന്ത്? മത്സ്യ ഫെഡ് എന്ന് പറയുന്നത്. അത് ഏത് ഇൻസ്റ്റിറ്റ്യൂഷന്റെ കീഴിലാണ് വരുന്നത്? കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഫെഡറേഷൻ ഫോർ ഫിഷറീസ് ഡെവലപ്മെന്റിന്റെ കീഴിലാണ് വരുന്നത്, രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ദെൻ ഇവരുടെ മേജർ പ്രിൻസിപ്പിൾ എന്താണ്? കോഓപ്പറേറ്റീവ് ആണ്. അതായത് എന്താണ്? സഹകരണ സ്ഥാപനം. അതായത് ഫിഷ് ഫാമേഴ്സിനും അല്ലെങ്കിൽ ഫിഷേഴ്സിന്റെയും ഒരു സഹകരണ സ്ഥാപനമാണ്, ഒരു അപ്പെക്സ് സൊസൈറ്റിയാണ് മത്സ്യ ഫെഡ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അപ്പെക്സ് സൊസൈറ്റീസിനെ പറ്റിയിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് എന്ത്? മത്സ്യ ഫെഡ് എന്ന് പറയുന്നത്. ഇത് എക്സ്റ്റാബ്ലിഷ് ചെയ്ത ഇയർ ഇമ്പോർട്ടന്റ് ആണ്, 1984. ഇപ്പൊ മത്സ്യ ഫെഡ് എസ്റ്റാബ്ലിഷ് ചെയ്തത് എപ്പോഴാണ്? 1984ലാണ്. അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? തിരുവനന്തപുരത്താണ്. ഇപ്പൊ കേരളത്തിലെ തിരുവനന്തപുരത്തിലാണ് ഹെഡ് ക്വാർട്ടേഴ്സ്. എന്തിന്റെ? മത്സ്യ ഫെഡിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. ആൻഡ് ഇത് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എന്ത് ആക്ടിന്റെ ബേസിസിലാണ്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിനെ പറ്റിയൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പൊ നമ്മൾ അതിൽ മെയിനായിട്ട് പറഞ്ഞു, മെയിനായിട്ട് ഈ എന്താണ് 1912 വന്ന ആ ആക്ട് എന്താണ് പിന്നീട് അതിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് എന്ത് വന്നു? സ്റ്റേറ്റ് ആക്ടുകൾ വന്നു എന്ന് പറഞ്ഞു അല്ലേ? അപ്പൊ ആ വന്ന സ്റ്റേറ്റ് ആക്ട് ആയ കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഉണ്ട്, നമ്മുടെ കേരള സ്റ്റേറ്റിന്റെ ആക്ട്. അപ്പൊ അതിൻ പ്രകാരം അതിനെ ബേസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അതിന്റെ അണ്ടറിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്, ഒരു അപ്പെക്സ് സൊസൈറ്റിയാണ് എന്ത്? മത്സ്യ ഫെഡ് എന്ന് പറയുന്നത്. ഓക്കെ. ആൻഡ് ഇതിന്റെ ഒരു തരം എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പെക്സ് ബോഡി ഓഫ് ഫിഷറീസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഇൻ കേരള. നമുക്ക് അറിയാവുന്ന കാര്യമാണ്. നമ്മുടെ ഫിഷറീസ് കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ ഒരു എന്താ ഹെഡ് ക്വാർട്ടേഴ്സ്, ഒരു എന്താണ് സ്റ്റേറ്റ് ലെവലിലുള്ള ഒരു അപ്പെക്സ് സൊസൈറ്റിയാണ് നമ്മുടെ മത്സ്യ ഫെഡ് എന്ന് പറയുന്നത്. ഇനി മത്സ്യ ഫെഡിന്റെ മെയിൻ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നാണ്. അപ്പൊ ഇവര് എന്തൊക്കെയാണ് ഫിഷേഴ്സിന് അല്ലെങ്കിൽ ഫിഷ് ഫാമേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ഈസ് മാർക്കറ്റിംഗ് ആൻഡ് പ്രൈസ് സപ്പോർട്ട്. ഇത് തന്നെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓരോ അപ്പെക്സ് സൊസൈറ്റിയുടെ ഫംഗ്ഷൻ ആയിട്ട് പഠിച്ചതല്ലേ? അപ്പൊ അപ്പെക്സ് സൊസൈറ്റിയുടെ എക്സാമ്പിൾ ആണ് മത്സ്യ ഫെഡ്. സോ അപ്പെക്സ് സൊസൈറ്റിയുടെ അതേ ഫങ്ഷൻസ് തന്നെയായിരിക്കും മത്സ്യ ഫെഡിന്റെ ഫങ്ഷൻസ്. എന്നാൽ നമ്മൾ നോക്കുകയാണ് എന്തൊക്കെയാണ്? പ്രൊക്യൂർമെന്റ് ആൻഡ് മാർക്കറ്റിംഗ് ഓഫ് ഫിഷ് പ്രൊക്യൂർമെന്റ് മാർക്കറ്റിംഗിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ ഓപ്പറേഷൻ ഓഫ് ഫിഷ് മാർട്സ്. അതായത് നമുക്കറിയാം മത്സ്യ ഫെഡിന്റെ കീഴിൽ ചെറിയ ചെറിയ ഫിഷ് മാർട്സ് ഉണ്ട് അല്ലെ? റീറ്റെയിൽ ഷോപ്സ് ഉണ്ട്, റീറ്റെയിൽ ഔട്ട്ലെറ്റ്സ് ഉണ്ട്, ദെൻ മൊബൈൽ ഫിഷ് മാർക്കറ്റ്സ് ഉണ്ട്. ഇതെല്ലാം എന്താണ്? മത്സ്യ ഫെഡ് ഇംപ്ലിമെന്റ് ചെയ്യുന്നതാണ് അല്ലെ? മത്സ്യ ഫെഡിന്റെ കീഴിൽ നമുക്ക് അറിയാം, നമ്മൾ മത്സ്യം വാങ്ങാൻ പോവാറുള്ള ആൾക്കാരാണല്ലോ. അപ്പൊ നമുക്ക് അറിയാം കുഞ്ഞു കുഞ്ഞു മത്സ്യ ഫെഡിന്റെ റീറ്റെയിൽ സ്റ്റോളുകളൊക്കെ ഉണ്ട് അല്ലെ? അപ്പൊ ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു മാർക്കറ്റിംഗ് സപ്പോർട്ടായിട്ട് ഫിഷേഴ്സ് ക്യാപ്ചർ ചെയ്യുന്ന അല്ലെങ്കിൽ ഫിഷ് ഫാമേഴ്സ് കൾച്ചർ ചെയ്ത് വരുന്ന ഫിഷസിനെ മാർക്കറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള മാർട്ടുകൾ അല്ലെങ്കിൽ റീറ്റെയിൽ ഔട്ട്ലെറ്റുകൾ ആണ് ഈ നമ്മൾ കാണുന്ന മത്സ്യഫെഡിന്റെ ഔട്ട്ലെറ്റുകൾ അല്ലെ? ഇത് മത്സ്യഫെഡിന്റെ ഒരു മേജർ ആയിട്ടുള്ള ഒരു സപ്പോർട്ടിംഗ് സിസ്റ്റം ആണ്. ദെൻ പ്രൈസ് സ്റ്റെബിലൈസേഷൻ ആൻഡ് ബെറ്റർ റിട്ടേൺസ് ടു ഫിഷറീസ്. അതായത് ഇവരെ ഒരു നിശ്ചിത തുക എന്ത് ചെയ്യുന്നു? സ്റ്റെബിലൈസ് ചെയ്യുന്നു. കർഷകരിൽ നിന്ന് മത്സ്യം വാങ്ങിയിട്ട് റീറ്റെയിൽ ഷോപ്പുകളിൽ വിറ്റ് എന്ത് ചെയ്യുന്നു? കർഷകർക്ക് എന്ത് ചെയ്യുന്നു? പൈസ എത്തിച്ചു കൊടുക്കുന്നു. ഇതാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ കർഷകർ തന്നെ അതിനകത്ത് എന്ത് ചെയ്യുന്നു? റീറ്റെയിൽ ഷോപ്പുകളിൽ മത്സ്യം വിൽക്കാൻ വേണ്ടിയിട്ട് അവർ തന്നെ നിയോഗിക്കുന്നു. എന്നിട്ട് എന്ത് പറ്റും? അപ്പം ഇവരുടെ ഒരു എന്താണ് വില നിലവാരമുണ്ട് അല്ലെ? കറണ്ട് ഡേറ്റ്, ഈ ഇന്നത്തെ ദിവസത്തെ ഒരു എന്താ മാർക്കറ്റ് വാല്യൂ ഉണ്ട്. ആ വാല്യൂവിന് എന്താണ് മത്സ്യം വിറ്റ് കഴിഞ്ഞിട്ട് ആ ബെനിഫിറ്റ്
ആരിലേക്ക് എത്തിക്കുന്നു? ഫിഷ് ഫാമേഴ്സിൽ അല്ലെങ്കിൽ ഫിഷേഴ്സിലേക്ക് എത്തിക്കുന്നു. ഇതാണ് മാർക്കറ്റിംഗ് ആൻഡ് പ്രൈസ് സപ്പോർട്ടിൽ മത്സ്യഫെഡ് ചെയ്യുന്നത്. ഓക്കെ. ദെൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് എങ്ങനെയൊക്കെയാണ്? ഐസ് പ്ലാന്റുകൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. ഐസ് പ്ലാന്റുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഫിഷ് ക്യാപ്ചർ ചെയ്ത് സ്റ്റോർ ചെയ്യേണ്ടത് ഈ ഐസ് പ്ലാന്റുകളിലാണ്. ഐസ് പ്ലാന്റുകളുടെ എസ്റ്റാബ്ലിഷ്മെന്റ്, കോൾഡ് സ്റ്റോറേജ് ഫെസിലിറ്റീസ്, ഫിഷ് ലാൻഡിംഗ് ആൻഡ് പ്രോസസിംഗ് സെന്റർ. ഫിഷ് ലാൻഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ മീൻ പിടിച്ച് ആ ഒരു എന്താണ് ഒരു ബോട്ട് മീൻ നമ്മൾ കൊണ്ടുവന്നു എന്ന് വെച്ചോ. ഈ കൊണ്ടുവന്ന അത്രയും എമൗണ്ട് ഓഫ് ഫിഷിനെ നമ്മൾ ഫിഷ് ലാൻഡിംഗ് എന്ന് പറയുന്നത്. ആ ഫിഷ് ലാൻഡിംഗ് ആൻഡ് പ്രോസസിംഗ് സെന്റേഴ്സ്. അപ്പൊ ഇതിനെ കൊണ്ടുവന്ന് പ്രോസസ് ചെയ്യാനുള്ള സെന്റേഴ്സ് ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ആരുടെ കീഴിലാണ്? ഈ അപ്പെക്സ് സൊസൈറ്റീസ് ആയിട്ടുള്ള മത്സ്യഫെഡിന്റെ ഒരു എന്താണ് ഫംഗ്ഷൻ ആണ്. ദെൻ സപ്പോർട്ട് ഫോർ ഫിഷിംഗ് ഹാർബേഴ്സ് ആൻഡ് മാർക്കറ്റ്സ്. അപ്പൊ ഫിഷിംഗ് ഹാർബേഴ്സിനും മാർക്കറ്റ്സിനും ഒക്കെ ഉള്ള സപ്പോർട്ട് കൊടുക്കുക എന്നൊക്കെ ഉള്ളതാണ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഒരു ഹെഡിങ്ങിനുള്ളിൽ വരുന്ന ഇവരുടെ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ദെൻ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഉണ്ട്. നമ്മൾ എല്ലാത്തിലും പറഞ്ഞതാണ് അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ പോട്ടെ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? ഫിനാൻഷ്യൽ ഹെൽപ്പ് കൊടുക്കുന്നുണ്ട് അല്ലെ. അപ്പൊ കൊടുക്കുന്ന ഫിനാൻഷ്യൽ ഹെൽപ്പിന്റെ ഫണ്ട് മൊബിലൈസ് ചെയ്യുന്നത് ആരാണ്? ഫണ്ട് മൊബിലൈസ് ചെയ്യുന്നത് അപ്പെക്സ് സൊസൈറ്റീസ് ആണ്. നമ്മൾ പറഞ്ഞു അല്ലെ, സ്റ്റേറ്റ് അപ്പെക്സ് സൊസൈറ്റീസ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ ലോണിന്റെ സബ്സിഡീസിന്റെ ഒക്കെ ഒരു ചാനലായിട്ട് ആക്ട് ചെയ്യുന്നു. നബാർഡും അങ്ങനെയുള്ള ബാങ്കുകൾ ആയിട്ട് അല്ലെ, അഗ്രികൾച്ചർ റിലേറ്റഡ് ബാങ്ക്സുമായിട്ട് കർഷകരെ എന്ത് ചെയ്യുന്നു? കണക്ട് ചെയ്യിപ്പിക്കുന്നത് ആരാണ്? നമ്മുടെ മത്സ്യഫെഡ് പോലുള്ള അപ്പെക്സ് സൊസൈറ്റീസ് ആണ്. ദെൻ ഇൻഷുറൻസ് സ്കീം, അതുപോലെ ഫിഷിംഗ് ബാൻ ഉള്ള സമയത്ത് റിലീഫ് ഫണ്ട് കൊടുക്കുന്നു, അല്ലെങ്കിൽ നാച്ചുറൽ കലാമിറ്റീസ് ഉള്ള സമയത്ത് റിലീഫ് ഫണ്ട് കൊടുക്കുന്നു. പിന്നെ ഫിഷേഴ്സിന്റെ കുട്ടികൾക്കുള്ള എഡ്യൂക്കേഷൻ അസിസ്റ്റൻസ് അല്ലെങ്കിൽ ഹൗസിംഗ് പോലുള്ള കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്? ഈ നമ്മുടെ അപ്പെക്സ് സൊസൈറ്റി ആയിട്ടുള്ള മത്സ്യഫെഡ് ആണ്. ദെൻ ഇതുപോലെ മത്സ്യഫെഡ് പോലെ മറ്റനേകം അപ്പെക്സ് സൊസൈറ്റികളുണ്ട്. വേറെ ടൈപ്പുകളുണ്ട്. പക്ഷെ അതിൽ മത്സ്യഫെഡിനെ പറ്റിയിട്ടാണ് നമ്മൾ മെയിൻ ആയിട്ട് ഇന്ന് നോക്കുന്നത്. Then input supply ഫിഷിംഗ് ഗിയേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സ്. അപ്പൊ ഗിയേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സ് ഒക്കെ സപ്ലൈ ചെയ്യുന്നു. ഐസ്, ഫ്യൂവൽ എന്തിനാണ് സപ്ലൈ ചെയ്യുന്നത്? നമുക്ക് അവർക്ക് ബോട്ടിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിന് വേണ്ടിയുള്ള ഫ്യൂവൽ സപ്ലൈ ചെയ്യുന്നു. ദെൻ ഫിഷ് സീഡും ഫിഷ് ഫീഡും അത് ആർക്കാണ് കൊടുക്കുന്നത്? സീഡ് വേണ്ടത് എവിടെയാണ്? അക്വാകൾച്ചറിന്റെ കേസിലാണ് അല്ലെ. അല്ലാതെ നമ്മൾ ഫിഷേഴ്സിന് സീഡിന്റെ ആവശ്യമില്ല അല്ലെ. ക്യാപ്ചർ ഫിഷറീസ് ചെയ്യുന്ന ആൾക്കാർക്ക് സീഡിന്റെ ആവശ്യമില്ല. അവർക്ക് ഫീഡിന്റെ ആവശ്യവും ഇല്ല. ഫിഷിന് ഫീഡ് കൊടുക്കേണ്ട ആവശ്യമില്ല. എന്നാൽ അക്വാകൾച്ചർ ചെയ്യുന്ന ആൾക്കാർക്ക് എന്ത് വേണം? ഫിഷ് സീഡും വേണം, ഫിഷ് ഫീഡും വേണം. അപ്പൊ അത് രണ്ടും ഇൻലാൻഡ് ഫിഷേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നത് ഇവരുടെ ഒരു ഫംഗ്ഷനാണ്, മത്സ്യഫെഡിന്റെ ഫംഗ്ഷനാണ്. ദെൻ സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം, ഓൺടർപ്രണർഷിപ്പ് പ്രൊമോഷൻ, അവയർനെസ് ഓൺ കൺസർവേഷൻ ആൻഡ് റെസ്പോൺസിബിൾ ഫിഷിംഗ് ഒക്കെ ആര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? നമ്മുടെ അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ടുള്ള മത്സ്യഫെഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് ഒരു അപ്പെക്സ് സൊസൈറ്റിയുടെ എക്സാമ്പിൾ നമ്മൾ പഠിച്ചതാണ് എന്ത്? മത്സ്യഫെഡ് എന്ന് പറയുന്നത്. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് നാഷണൽ ഫിഷറീസ് ഡെവലപ്മെന്റ് ബോർഡിനെ പറ്റിയിട്ടാണ്. അപ്പൊ നാഷണൽ ഫിഷറീസ് ഡെവലപ്മെന്റ് ബോർഡ് എന്താണ്? NFDB. NFDB എന്നാണ് അതിന്റെ അബ്രിവേഷൻ. ഇത് എക്സ്പാൻഷൻ ഒക്കെ നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള കാര്യങ്ങളാണ്. എന്താണ് നാഷണൽ ഫിഷറീസ് ഡെവലപ്മെന്റ് ബോർഡ്? അപ്പൊ ഇത് എന്താണെന്ന് ചോദിച്ചാൽ ഇതെന്താണ്? ഇത് an apex autonomous organization under the ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫിഷറീസ്. അപ്പൊ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫിഷറീസിന്റെ അണ്ടറിൽ വരുന്ന ഒരു ഓട്ടോണോമസ് അപ്പെക്സ് ഓർഗനൈസേഷൻ ആണ് എന്ത്? നാഷണൽ ഫിഷറീസ് ഡെവലപ്മെന്റ് ബോർഡ് എന്ന് പറയുന്നത്. അത് ഏത് മിനിസ്ട്രിയിലാണ് വരുന്നത്? മിനിസ്ട്രി ഓഫ് ഫിഷറീസിലാണ് വരുന്നത്. മിനിസ്ട്രി ഓഫ് ഫിഷറീസ്, അനിമൽ ഹസ്ബൻഡറി ആൻഡ് ഡയറിയിങ് എന്ന് പറയുന്ന ആ ഒരു മിനിസ്ട്രിയുടെ ഉള്ളിൽ വരുന്നതാണ് എന്ത്? നാഷണൽ ഫിഷറീസ് ഡെവലപ്മെന്റ് ബോർഡ് എന്ന് പറയുന്നത്. ഇതൊന്ന് ശ്രദ്ധിച്ചു വെക്കുക. കാരണം ഈ മിനിസ്ട്രി ഓഫ് ഫിഷറീസ്, അനിമൽ ഹസ്ബൻഡറി ആൻഡ് ഡയറിയിങ് ഇതുപോലെ തന്നെ വേറെ മിനിസ്ട്രികളുടെ അണ്ടറിൽ വരുന്ന ഫിഷറീസിന്റെ സ്കീമുകൾ അല്ലെങ്കിൽ ഫിഷറീസിന്റെ ബോർഡുകളൊക്കെ ഉണ്ട്. അപ്പൊ അത് തമ്മിൽ മാറിപ്പോവാതെ നമ്മൾ ഓർത്ത് വെക്കുക. ഓക്കെ. നാഷണൽ ഫിഷറീസ് ഡെവലപ്മെന്റ് ബോർഡ് എന്താണ്? അപ്പെക്സ് ഓട്ടോണോമസ് ഓർഗനൈസേഷൻ ആണ് അണ്ടർ ദ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫിഷറീസ്. ഏത് മിനിസ്ട്രിയാണ്? മിനിസ്ട്രി ഓഫ് ഫിഷറീസ്, അനിമൽ ഹസ്ബൻഡറി ആൻഡ് ഡയറിയിങ് ആണ്. ദെൻ ഇത് എന്തിനു വേണ്ടിയിട്ടാണ് എസ്റ്റാബ്ലിഷ് ചെയ്തതെന്ന് ചോദിച്ചാൽ ഇന്റഗ്രേറ്റഡ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഓഫ് ഫിഷറീസ് ആൻഡ് അക്വാകൾച്ചറിന് വേണ്ടിയിട്ടാണ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ആൻഡ് എസ്റ്റാബ്ലിഷ് ചെയ്ത ഇയർ ഏതാണ്? 2006 ആണ്.
എല്ലാ ഇയറും നിങ്ങൾ ഓർത്ത് വെക്കുക. കാരണം ഇയർ നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എങ്ങാനും ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ ഇപ്പൊ നോർമൽ ജനറൽ PSC ഒക്കെ ഇപ്പൊ സ്ഥിരമായിട്ട് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് വരുന്നത് അല്ലെ. അപ്പൊ അതുപോലെ നമ്മുടെ സബ്ജക്റ്റിന് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ എന്താണ് വർഷം ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നാഷണൽ ഫിഷറീസ് ഡെവലപ്മെന്റ് ബോർഡ് 2006 എസ്റ്റാബ്ലിഷ് ചെയ്തത്. അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ഹൈദരാബാദിലാണ്. അപ്പൊ നാഷണൽ ഫിഷറീസ് ഡെവലപ്മെന്റ് ബോർഡിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാ വരുന്നത്? ഹൈദരാബാദിലാണ്, തെലങ്കാനയിലാണ് നാഷണൽ ഫിഷറീസ് ബോർഡിന്റെ എന്ത് വരുന്നത്? ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത്. ആൻഡ് ഇത് എന്താണ്? ഓട്ടോണോമസ് ബോഡിയാണ്. എന്താണ്? ഓട്ടോണോമസ് ബോഡി. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പെക്സ് ഓർഗനൈസേഷൻ ആണെങ്കിൽ ഇത് എന്താണ്? ഓട്ടോണോമസ് ബോഡി ആണ്. നമ്മൾ നേരത്തെ നോക്കിയ മത്സ്യഫെഡ് എന്തായിരുന്നു? അതൊരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരുന്നു അല്ലെ. അപ്പെക്സ് ബോഡി ഓഫ് ഫിഷറീസ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആയിരുന്നു. ഇതെന്താണ്? ഒരു ഓട്ടോണോമസ് ആയിട്ടുള്ള ഒരു ബോഡിയാണ്. അതാണ് ഇവിടെയുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. NFDBയുടെ അത് എന്താണ്? നാഷണൽ ഫിഷറീസ് ഡെവലപ്മെന്റ് ബോർഡിന്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ നേരത്തെ പഠിച്ചതുപോലത്തെ ഒബ്ജക്റ്റീവ്സ് ഒക്കെ തന്നെ ഈ ഫിഷറീസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ എന്താണ് ബോർഡിന്റെ ആയാലും കോപ്പറേറ്റ് സൊസൈറ്റികളുടെ ആയാലും ഒബ്ജക്റ്റീവ്സ് എന്താണ്? സിമിലർ ആയിരിക്കും, ഏതാണ്ട് സിമിലർ ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇതൊന്ന് വായിച്ചു വെച്ചിരുന്നാൽ മാത്രം മതിയാവും. ടു എൻഹാൻസ് ഫിഷ് പ്രൊഡക്ഷൻ ആൻഡ് പ്രൊഡക്ടിവിറ്റി, ടു പ്രൊമോട്ട് സസ്റ്റൈനബിൾ ഫിഷറീസ് ആൻഡ് അക്വാകൾച്ചർ, coordinate fisheries development program, then provide financial and technical support to improve livelihood of fishers and fish farmers. ഇതാണ് എന്ത്? NFDBയുടെ എന്ത് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഇത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ ഇത് തന്നെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഈ ക്ലാസ്സിലുമായിട്ട് പഠിക്കുന്നത് അല്ലെ. അപ്പം ഇത് വായിച്ച് മനസ്സിലാക്കാവുന്ന കാര്യങ്ങൾ, നമുക്ക് ഓർക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് അല്ലെ. ഫിനാൻഷ്യൽ ടെക്നിക്കൽ സപ്പോർട്ട് കൊടുക്കുന്നു, അവരുടെ ലിവ്ലിഹുഡ് ബെറ്റർമെന്റ് ചെയ്യുന്നു. ഇതൊക്കെയാണ് ഒബ്ജക്റ്റീവ്സ്. ഇവർക്കും കുറച്ച് ഫങ്ഷൻസ് ഉണ്ട്. എന്തൊക്കെയാണ് ആ ഫങ്ഷൻസ് എന്ന് നോക്കാം. കോർഡിനേറ്റ് ഫിഷറീസ് ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസ് ഓഫ് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ്. അപ്പൊ നാഷണൽ ഫിഷറീസ് ഡെവലപ്മെന്റ് ബോർഡ് ആണല്ലേ, അതുകൊണ്ട് തന്നെ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഫിഷറീസ് ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസ് കോർഡിനേറ്റ് ചെയ്യുന്ന ഫംഗ്ഷനാണ് ഈ ഒരു ഓർഗനൈസേഷൻ ഓട്ടോണോമസ് ബോഡിക്ക് മെയിൻ ആയിട്ട് ഉള്ളത്. ആൻഡ് ആക്ട് എസ് എ നോഡൽ ഏജൻസി ഫോർ ഇംപ്ലിമെന്റിംഗ് ഫിഷറീസ് സ്കീം. അപ്പൊ ഫിഷറീസ് സ്കീമുകൾ ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു നോഡൽ ഏജൻസി തലപ്പത്തുള്ള നോഡൽ ഏജൻസി ആയിട്ട് ആക്ട് ചെയ്യുന്നത് ആരാണ്? NFDB ആണ്. പ്രൊവൈഡ്സ് ഫണ്ടിങ് ഫോർ, ഇവരാണ് ഫണ്ട് കൊടുക്കുന്നത് എന്തിന്? എക്വാകൾച്ചർ ഡെവലപ്മെന്റ്, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് കൊടുക്കും. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിനകത്ത് എന്തൊക്കെയാണ് വരുന്നത്? ഹാച്ചറി, അതുപോലെ ഫീഡ് മിൽസ്, കോൾഡ് ചെയിൻ പോലുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫണ്ടിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെ. ഫിഷിംഗ് വെസൽസ്, ഗിയേഴ്സ് ഒക്കെ വാങ്ങാൻ വേണ്ടിയിട്ട്, മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെ ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ക്രെഡിറ്റ് ലിങ്കേജ് വിത്ത് നബാർഡ് ആൻഡ് ബാങ്ക്സ്. അപ്പൊ നബാർഡ് പോലുള്ള ബാങ്കുകളോ അല്ലെങ്കിൽ മറ്റ് ബാങ്കുകളുമായിട്ടുള്ള ക്രെഡിറ്റ് ലിങ്കേജിനൊക്കെ എന്താണ് ഫണ്ടിങ് കൊടുക്കുന്നത് ഏത് ഇൻസ്റ്റിറ്റ്യൂഷനാണ്? നമ്മുടെ നാഷണൽ ഫിഷറീസ് ഡെവലപ്മെന്റ് ബോർഡാണ്. മേജർ ഇംപ്ലിമെന്റിംഗ് ഓർ സപ്പോർട്ടിംഗ് ഏജൻസി ഫോർ ബ്ലൂ റെവല്യൂഷൻ ആൻഡ് പ്രധാനമന്ത്രി മത്സ്യ സമ്പദ് യോജന. അപ്പൊ നമുക്കറിയാം ബ്ലൂ റെവല്യൂഷൻ ഇസ് റിലേറ്റഡ് ടു ഫിഷറീസ് അല്ലെ. അപ്പൊ ബ്ലൂ റെവല്യൂഷൻ എന്താണ്? ബ്ലൂ റെവല്യൂഷന്റെ ഒരു മേജർ സപ്പോർട്ടിംഗ് അല്ലെങ്കിൽ ഇംപ്ലിമെന്റിംഗ് ഏജൻസി ഏതാണ്? നമ്മുടെ നാഷണൽ ഫിഷറീസ് ഡെവലപ്മെന്റ് ബോർഡ് ആണ്. അതുപോലെ തന്നെ നമുക്കറിയാം ഒരു ഇമ്പോർട്ടന്റ് ഗവൺമെന്റ് സ്കീം ഫോർ ഫിഷറീസ് ആണ് പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജന അല്ലെ, PMMSY എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെയും ഒരു സപ്പോർട്ടിംഗ് ഏജൻസി ആണ് എന്ത്? നാഷണൽ ഫിഷറീസ് ഡെവലപ്മെന്റ് ബോർഡ് എന്ന് പറയുന്നത്. ഇവരുടെ മറ്റ് ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. മോണിറ്ററിംഗ് ഓഫ് ഫണ്ടഡ് പ്രോജക്ട്സ്. ഫണ്ട് നമുക്കറിയാം ഇതൊരു അപ്പെക്സ് ഓർഗനൈസേഷൻ ആയതുകൊണ്ട് തന്നെ ഇവര് ഫണ്ട് റിലീസ് ചെയ്യുന്നുണ്ട്. ഫണ്ട് റിലീസ് ചെയ്ത് ഇവര് പ്രൊജക്ട് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ അത് കറക്റ്റ് ആയിട്ട് നടക്കുന്നുണ്ടോ എന്നറിയാൻ ഇവർ എന്ത് ചെയ്യുന്നുണ്ട്? മോണിറ്റർ ചെയ്യുന്നുണ്ട്. അപ്പൊ അതാണ് ആദ്യത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഫംഗ്ഷൻ എന്താണ്? ഇമ്പാക്ട് അസസ്മെന്റ് ഓഫ് ഫിഷറീസ് ഡെവലപ്മെന്റ് പ്രോഗ്രാം. അപ്പൊ ഫിഷറീസ് ഡെവലപ്മെന്റ് പ്രോഗ്രാമിന്റെ ഇമ്പാക്ട് അസസ്മെന്റ് നടത്തുന്നു. ഓരോ പ്രോഗ്രാംസ് നമ്മൾ നടത്തുന്ന സമയത്ത് അല്ലെങ്കിൽ ഓരോ സ്കീമുകൾ ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്ത് അത് എത്രത്തോളം എന്തൊക്കെ ഇമ്പാക്ട് എൻവയോൺമെന്റിൽ ഉണ്ടാക്കാം അല്ലെങ്കിൽ ഫിഷറീസ് റിലേറ്റഡ് ആയിട്ടുള്ള
ഏരിയയിൽ അല്ലെങ്കിൽ നമ്മുടെ ഓഷനിൽ എന്തൊക്കെ ഇമ്പാക്റ്റുകൾ ഉണ്ടാക്കാം എന്നുള്ള ഇമ്പാക്ട് അസസ്മെന്റ് ചെയ്യുന്ന ഏജൻസിയാണ് എന്ത് നമ്മുടെ നാഷണൽ ഫിഷറീസ് ഡെവലപ്മെന്റ് ബോർഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സപ്പോർട്ട് ഫോർ ഫിഷ് പ്രോസസിങ് ആൻഡ് വാല്യൂ ആഡഡ് പ്രോഡക്ട്സ്. അപ്പൊ ഫിഷ് പ്രോസസ് ചെയ്യാനും നമ്മൾ പറഞ്ഞതുപോലെ വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. അതായത് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഫിഷിനെ ഫിഷായിട്ട് വിൽക്കാതെ പകരം എന്തെങ്കിലും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി, ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഫിഷ് പിക്കിൾ ഒക്കെ ഉണ്ടാക്കി നമ്മൾ വിൽക്കുകയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്കുള്ള സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളത് NFDBയുടെ ഒരു ഫംഗ്ഷൻ ആണ്. ഓക്കെ, ദെൻ സ്ട്രെങ്തനിങ് ഡൊമസ്റ്റിക് മാർക്കറ്റിംഗ് ആൻഡ് എക്സ്പോർട്ട് പൊട്ടൻഷ്യൽ. അപ്പൊ ഡൊമസ്റ്റിക് മാർക്കറ്റിംഗ് നമ്മുടെ ഈ നാഷണൽ ലെവലിൽ തന്നെയുള്ള മാർക്കറ്റിംഗും എക്സ്പോർട്ടിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും സ്ട്രെങ്തൻ ചെയ്യുക എന്നുള്ളത്. ദെൻ പ്രൊമോഷൻ ഓഫ് റിസർവോയർ ഫിഷറീസ്, റിസർവോയർ ഫിഷറീസിന്റെ പ്രൊമോഷൻ, ഇൻലാൻഡ് ആൻഡ് മറൈൻ റിസോഴ്സ് എൻഹാൻസ്മെന്റ്, ദെൻ സസ്റ്റൈനബിൾ ഫിഷിംഗ് പ്രാക്ടീസിന്റെ ഒരു സപ്പോർട്ട്, അതുപോലെ തന്നെ ട്രെയിനിങ് പ്രോഗ്രാം ഫിഷേഴ്സിനും ഓൺടർപ്രണേഴ്സിനും എന്ത് ചെയ്യുന്നു, ട്രെയിനിങ് പ്രോഗ്രാം അല്ലെങ്കിൽ സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാമുകൾ കൊടുക്കുക, അതിനുള്ള കാര്യങ്ങൾ കൊടുക്കുക എന്നുള്ളതും നമ്മുടെ NFDBയുടെ ഫംഗ്ഷനാണ്. ദെൻ മോഡേൺ അക്വാകൾച്ചർ പ്രാക്ടീസസ്. നമുക്കറിയാം മോഡേൺ ഡേയ്സിൽ മോഡേൺ പ്രാക്ടീസസ് ആണ് വേണ്ടത് അല്ലെ. നമ്മുടെ പണ്ടത്തെ ട്രഡീഷണൽ ടെക്നിക്സ് വെച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് പ്രോഫിറ്റ് കുറയും. അപ്പൊ അതുകൊണ്ട് മോഡേൺ ടെക്നിക്സ് എങ്ങനെയൊക്കെ എന്താണ് പുതിയ രീതിയിൽ അക്വാകൾച്ചർ ചെയ്യാന്നൊക്കെയുള്ള മോഡേൺ ടെക്നിക്സിന്റെ പ്രൊമോഷൻ, അതും എന്താണ് NFDBയുടെ ഒരു ഫംഗ്ഷൻ ആണ്. അതുപോലെ ഫിഷ് ഫാമേഴ്സിന് ഫിഷ് ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻ, അതാണ് നമ്മൾ FFPO എന്ന് പറയുന്നത്. അപ്പൊ ഈ ഫിഷ് ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷന്റെ സപ്പോർട്ടൊക്കെ ആരാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, നമ്മുടെ NFDB ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതൊക്കെ അവരുടെ എന്താണ് ഫങ്ഷൻസ് ആണ്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് എംപെഡ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു അതോറിറ്റിയെ പറ്റിയിട്ടാണ്. എംപെഡ എന്താണെന്ന് ചോദിച്ചാൽ മെറൈൻ പ്രോഡക്ട്സ് എക്സ്പോർട്ട് ഡെവലപ്മെന്റ് അതോറിറ്റീസ് ആണ്. അത് നമ്മൾ MPEDA, അത് നമ്മൾ ഒരുമിച്ച് എന്ത് വായിക്കും, എംപെഡ എന്ന് വായിക്കും. ഓക്കെ, മെറൈൻ പ്രോഡക്ട്സ് എക്സ്പോർട്ട് ഡെവലപ്മെന്റ് അതോറിറ്റി. ഇതെന്താന്ന് ചോദിച്ചാൽ ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് പറഞ്ഞാൽ എന്താണ്, നിയമം വഴി സ്ഥാപിതമായത്, അതായത് ഒരു ബില്ല് പാസ്സാക്കി കൊണ്ടുവന്ന ഒരു ബോഡിയാണ് സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് പറയുന്നത്. അതായത് കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉണ്ടായിരുന്നതല്ല, നേരത്തെ ഉണ്ടായിരുന്നതല്ല, പിന്നീട് നിയമം വഴി കൊണ്ടുവന്നു എന്നുള്ള അർത്ഥത്തിലാണ്. ദെൻ അണ്ടർ ദ മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമ്മൾ NFDB പറഞ്ഞത് ഏത് മിനിസ്ട്രിയുടെ അണ്ടറിലാണ്, മിനിസ്ട്രി ഓഫ് ഫിഷറീസ് ആനിമൽ ഹസ്ബൻഡറി, അതിന്റെ ഒരു അണ്ടറിൽ വരുന്ന ഓട്ടോണോമസ് ഓർഗനൈസേഷൻ ആണെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ഇതെന്താണ്, എംപെഡ എന്താണ്, എംപെഡ എന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി, മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ അണ്ടറിൽ വരുന്ന ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് നമ്മുടെ മറൈൻ പ്രോഡക്റ്റ് എക്സ്പോർട്ട് ഡെവലപ്മെന്റ് അതോറിറ്റി അല്ലെങ്കിൽ എംപെഡ എന്ന് പറയുന്നത്. ആൻഡ് ഇവരെന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ദേ ആർ റെസ്പോൺസിബിൾ ഫോർ ദ പ്രൊമോഷൻ ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് മറൈൻ പ്രോഡക്ട്സ് എക്സ്പോർട്ട്. അതായത് ഇന്ത്യയിൽ നിന്നുള്ള മറൈൻ പ്രോഡക്ട്സിന്റെ എക്സ്പോർട്ടിന്റെ പ്രൊമോഷൻ ആണ് ഇവർ ചെയ്യുന്നത്. ആൻഡ് എംപെഡ എസ്റ്റാബ്ലിഷ് ആയത് ഏത് ഇയറിലാണ്, 1972ലാണ് എസ്റ്റാബ്ലിഷ്ഡ് ആയത്. ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്, കൊച്ചി കേരളയിലാണ് ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത്. എന്നാൽ നമ്മുടെ നാഷണൽ ഫിഷറീസ് ഡെവലപ്മെന്റ് ബോർഡിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ് വന്നത്, ഹൈദരാബാദ് തെലങ്കാന ഹൈദരാബാദിലാണ് NFDBയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത്. ഇനി എംപെഡ എന്ന് പറയുന്ന ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി ഏത് ആക്ടിന്റെ ബേസിസിലാണ് വന്നതെന്ന് ചോദിച്ചാൽ എംപെഡ ആക്ട് 1972, എംപെഡ ആക്ട് 1972യുടെ ബേസിസിലാണ് എന്ത് നിലവിൽ വന്നത്, എംപെഡ മറൈൻ പ്രോഡക്ട്സ് എക്സ്പോർട്ട് ഡെവലപ്മെന്റ് അതോറിറ്റി നിലവിൽ വന്നത്. ആ ഒരു എക്സ്പാൻഷൻ ഓർത്ത് വെക്കുക, മറൈൻ പ്രോഡക്ട്സ് എക്സ്പോർട്ട് ഡെവലപ്മെന്റ് അതോറിറ്റി. ദെൻ എംപെഡഡ് ഒബ്ജക്റ്റീവ് എന്താണ്, എക്സ്പോർട്ടിംഗ് ആണ് അല്ലെ. അപ്പം പ്രൊമോട്ട് എക്സ്പോർട്ട് ഓഫ് മറൈൻ പ്രോഡക്ട്സിന്റെ എക്സ്പോർട്ട്, ദെൻ ഇംപ്രൂവ് ക്വാളിറ്റി, സേഫ്റ്റി ആൻഡ് വാല്യൂ അഡിഷൻ, ദെൻ ടു എൻഷുർ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് കംപ്ലയൻസ്, ദെൻ എൻഹാൻസ് ഫോറിൻ എക്സ്ചേഞ്ച് ഏർണിംഗ്. അപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ വരുമാനം എന്താണ്, എക്സ്പോർട്ടിംഗ് വഴി എന്താണ്
നടക്കുന്നുണ്ട് അല്ലെ, നമ്മൾ ഫിഷ് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ക്യാൻഡ് ആയിട്ട് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് ആയിട്ട് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ എക്സ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളെ എൻഹാൻസ് ചെയ്യുക അല്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ള കാര്യങ്ങളാണ് എംപഡയുടെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ദെൻ എംപഡയുടെ ഫങ്ഷൻസ് എന്താണെന്ന് നോക്കിയാൽ മാർക്കറ്റ് ഡെവലപ്മെന്റ് ആൻഡ് ട്രേഡ് പ്രൊമോഷൻ. അപ്പൊ ഒരു മാർക്കറ്റ് ഉണ്ടാക്കുക, എക്സ്പോർട്ട് സാധനങ്ങൾക്ക് വേണ്ടി ഒരു മാർക്കറ്റ് ഉണ്ടാക്കുക, അതിന്റെ ട്രേഡിനെ പ്രൊമോട്ട് ചെയ്യുക. ദെൻ ഇന്റർനാഷണൽ സീ ഫുഡ് എക്സിബിഷൻസിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഇതൊക്കെയാണ് ഇവരുടെ ഫങ്ഷൻ എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ഉൽപ്പന്നങ്ങൾ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ദെൻ രജിസ്ട്രേഷൻ ഓഫ് പ്രോസസിംഗ് പ്ലാന്റ്സ്, എക്സ്പോർട്ടേഴ്സ് ആൻഡ് ഫാംസ്. അപ്പൊ എക്സ്പോർട്ടേഴ്സ്, ഫാംസ്, അതുപോലെ പ്രോസസിംഗ് പ്ലാന്റ് പോലുള്ള എന്താണ് ഇൻഫ്രാസ്ട്രക്ചേഴ്സിന്റെ ഒക്കെ രജിസ്ട്രേഷൻ ചെയ്യുന്നത് ആരാണ്? എംപഡയാണ്. അതുപോലെ ഇംപ്ലിമെന്റേഷൻ ഓഫ് HACCP, EU ആൻഡ് USFDA സ്റ്റാൻഡേർഡ്സ്. അപ്പം നമ്മള് മറ്റ് കൺട്രീസിലുള്ള എന്താണ് സീ ഫുഡ് സ്റ്റാൻഡേർഡ്സ് ഉണ്ടല്ലോ, അപ്പൊ ആ സ്റ്റാൻഡേർഡ്സ് ഒക്കെ നമ്മുടെ നാട്ടിൽ എന്ത് ചെയ്യുന്നു? ഇംപ്ലിമെന്റ് ചെയ്യുന്നു എന്നുള്ളത് ഇവരുടെ ഒരു ഫങ്ഷനാണ്. Then residue monitoring programs, and then support for processing plants, cold storage, ice plants, ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്നു. Then സീ ഫുഡ് പ്രോസസിംഗ് ഫെസിലിറ്റീസിനെ മോഡേണൈസ് ചെയ്യുന്നു, ഇപ്പൊ നൂതനമാക്കുന്നു, നൂതന സംവിധാനങ്ങളൊക്കെ കൊണ്ടുവരുന്നു. Then ഷ്രിമ്പ് ഫാമിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്നു. എന്തിനെ സപ്പോർട്ട് ചെയ്യുന്നു? ഷ്രിമ്പ് ഫാമിങ്. നമ്മൾ ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്നത് എന്താണ്? ഷ്രിമ്പ് ഒക്കെ കയറ്റുമതി ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ ഷ്രിമ്പ് ഫാമിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ദെൻ സ്പെസിഫിക് പത്തോജൻ ഫ്രീ ബ്രൂഡ് സ്റ്റോക്ക്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? കൂടുതൽ യൂസ് ചെയ്യുന്നു. അപ്പൊ അങ്ങനെ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? കൂടുതൽ നല്ല പ്രോഫിറ്റബിൾ ആയിട്ട് എന്ത് ചെയ്യാം? ഇത് ഉണ്ടാക്കിയെടുക്കാം, ഷ്രിമ്പ് ഫാം ചെയ്തെടുക്കാം ആൻഡ് എക്സ്പോർട്ട് ചെയ്യാം. ദെൻ ട്രെയിനിങ് ഓൺ ബയോസെക്യൂരിറ്റി ആൻഡ് ഫാം മാനേജ്മെന്റ്. ഇപ്പം ബയോസെക്യൂരിറ്റി വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ എന്താണ് എക്സ്പോർട്ട് ചെയ്യേണ്ട ഒരു എന്താണ് പ്രൊഡക്റ്റ് ആണ്. അപ്പൊ അതിന്റെ ബയോസെക്യൂരിറ്റി ഈസ് വെരി ഇമ്പോർട്ടന്റ് അല്ലെ. അപ്പൊ അത് ഒരിക്കലും മറ്റുള്ള രാജ്യത്ത് പോയതിനു ശേഷം എന്താവാൻ പാടില്ല? അവിടെ പ്രശ്നങ്ങൾ, അതായത് ഇപ്പോ സപ്പോസ് എന്തെങ്കിലും ഒരു പാത്തോജൻ ഈ ഒരു നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്ന ഷ്രിമ്പിലോ മറ്റോ ഉണ്ടെങ്കിൽ അത് എന്തിന് കാരണമാകും? മറ്റൊരു സ്ഥലത്ത് പോയി അവിടെ സ്പ്രെഡ് ചെയ്യാൻ കാരണമാകും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എന്താണ് ശ്രദ്ധിക്കാനായിട്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ബയോസെക്യൂരിറ്റിയിലെ ട്രെയിനിങ് കൊടുക്കുന്നു. ഓക്കെ. അതുപോലെ ഫാം മാനേജ്മെന്റ്, എങ്ങനെയാണ് ഒരു അക്വാകൾച്ചർ ഫാം മാനേജ് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള ട്രെയിനിങ്ങുകൾ എംപഡ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ എക്സ്പോർട്ട് സ്റ്റാറ്റിസ്റ്റിക്സ്, മാർക്കറ്റ് ട്രെൻഡ്സ് ആൻഡ് അഡ്വൈസറീസ്. അപ്പൊ ഇവർ എന്ത് ചെയ്യുന്നുണ്ട്? മാർക്കറ്റിലെ പുതിയ പുതിയ ട്രെൻഡുകൾ, അതുപോലെ എക്സ്പോർട്ടിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ നോക്കുന്നത് എന്താണ്? ഇവരുടെ ഒരു എംപഡയുടെ ഫങ്ഷൻസ് ആണ്. എംപഡ കഴിഞ്ഞു. അപ്പൊ എംപഡ എന്താണ്? മറൈൻ പ്രോഡക്ട്സ് എക്സ്പോർട്ട് ഡെവലപ്മെന്റ് അതോറിറ്റി ആണ്. അതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി അണ്ടർ മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ആണ്. എസ്റ്റാബ്ലിഷ് ചെയ്ത് 1972, ഹെഡ്ക്വാർട്ടേഴ്സ് കൊച്ചിയിലാണ്. എംപഡ ആക്ട് 1972ന്റെ ബേസിലാണ് നിലവിൽ വന്നത്. എക്സ്പോർട്ടിംഗ് ആണ്. അപ്പൊ ഇതിന്റെ ഒരു ഫുൾ ഫോം പഠിച്ചു വെച്ചാൽ തന്നെ നമുക്ക് എക്സ്പോർട്ടിംഗ് ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കാൻ പറ്റും. ദെൻ അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നതാണ് CAA എന്താണെന്നാണ്. നമ്മള് സിലബസിൽ നിങ്ങൾ CAA എന്ന് പറയുന്ന ഒരു വേർഡ് കണ്ടിട്ടുണ്ടാവും. അപ്പൊ അതെന്താന്ന് ചോദിച്ചാൽ കോസ്റ്റൽ അക്വാകൾച്ചർ അതോറിറ്റി, അതിനെയാണ് നമ്മൾ CAA എന്ന് പറയുന്നത്. അതും എന്താണ്? ഒരു സ്റ്റാറ്റ്യൂട്ടറി റെഗുലേറ്ററി ബോഡിയാണ് അണ്ടർ ദ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫിഷറീസ്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫിഷറീസ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ അണ്ടറിൽ വരുന്ന ഒരു സ്റ്റാറ്റ്യൂട്ടറി റെഗുലേറ്ററി ബോഡിയാണ് കോസ്റ്റൽ അക്വാകൾച്ചർ അതോറിറ്റി. അപ്പൊ ആ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാക്കാണ്. മിനിസ്ട്രി ഓഫ്, ആദ്യം പറഞ്ഞത് മിനിസ്ട്രി ഓഫ് ഫിഷറീസ് ആൻഡ് ആനിമൽ ഹസ്ബൻഡറി അതിന്റെ കീഴിൽ വരുന്നതാണ്. രണ്ടാമത് നമ്മൾ പറഞ്ഞത് എന്താണ്? എംപഡ പറഞ്ഞത് എന്താണ്? മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയുടെ കീഴിൽ വരുന്നതാണ്. ഇവിടെ എന്താണ്? ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫിഷറീസ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കീഴിലാണ് CAA, കോസ്റ്റൽ അക്വാകൾച്ചർ അതോറിറ്റി വരുന്നത്. ഇത് എന്തിനു വേണ്ടിയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തു? ടു റെഗുലേറ്റ് കോസ്റ്റൽ അക്വാകൾച്ചർ ആക്ടിവിറ്റീസ് ആൻഡ് എൻഷുർ എൻവയോൺമെന്റൽ സസ്റ്റൈനബിലിറ്റി. അപ്പൊ കോസ്റ്റൽ അക്വാകൾച്ചർ അല്ലെങ്കിൽ മാരികൾച്ചർ ആക്ടിവിറ്റീസിനെ റെഗുലേറ്റ് ചെയ്യാനും എൻവയോൺമെന്റൽ സസ്റ്റൈനബിലിറ്റി പ്രൊവൈഡ് ചെയ്യാനും വേണ്ടിയിട്ടാണ് CAA എന്ത് ചെയ്തത്? എസ്റ്റാബ്ലിഷ് ചെയ്തത്. എസ്റ്റാബ്ലിഷ് ചെയ്ത ഇയർ 2005 ആണ്. ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ്? ചെന്നൈ, തമിഴ്നാട്ടിലാണ് ഇതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് വരുന്നത്.
ഏത് ആക്ടിന്റെ ബേസ് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്? കോസ്റ്റൽ അക്വാകൾച്ചർ അതോറിറ്റി ആക്ട് 2005 ബേസ് ചെയ്തിട്ട് വന്നിട്ടുള്ള ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് കോസ്റ്റൽ അക്വാകൾച്ചർ അതോറിറ്റി. സ്റ്റാറ്റ്യൂട്ടറി ബോഡി അല്ല, സ്റ്റാറ്റ്യൂട്ടറി റെഗുലേറ്ററി ബോഡിയാണ് കേട്ടോ. സ്റ്റാറ്റ്യൂട്ടറി റെഗുലേറ്ററി ബോഡി, ഇതൊക്കെ നിങ്ങൾ വളരെ ശ്രദ്ധിച്ചിരിക്കേണ്ട വേർഡിങ്സ് ആണ്. Then, ഇവരുടെ ഒബ്ജക്റ്റീവ് എന്താണ്? ഷ്രിംപ് ആൻഡ് കോസ്റ്റൽ അക്വാകൾച്ചർ റെഗുലേഷൻ, അതാണ് ഒന്നാമത്തെ ഒബ്ജക്റ്റീവ്. രണ്ടാമത്തെ ഒബ്ജക്റ്റീവ് എന്താണ്? എൻവയോൺമെന്റൽ ഡീഗ്രഡേഷനെ പ്രിവെന്റ് ചെയ്യുക എന്നുള്ളത് രണ്ടാമത്തെ ഒരു ഒബ്ജക്റ്റീവ് ആണ്. ദെൻ ടു എൻഷുർ ബയോസെക്യൂരിറ്റി ആൻഡ് ഡിസീസ് കൺട്രോൾ ബയോസെക്യൂരിറ്റി പോലുള്ള കാര്യങ്ങൾ എൻഷുർ ചെയ്യുക എന്നുള്ളതാണ് അടുത്ത ഒബ്ജക്റ്റീവ്. ദെൻ സസ്റ്റൈനബിൾ കോസ്റ്റൽ അക്വാകൾച്ചർ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് അടുത്തൊരു ഒബ്ജക്റ്റീവ്. അപ്പൊ നമുക്കറിയാം മാരികൾച്ചറിന്റെ കേസിൽ എന്താണ് എൻവയോൺമെന്റൽ ഡീഗ്രഡേഷൻ ഒന്നും സംഭവിക്കാതെ നല്ല രീതിയിൽ നടത്താൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എൻവയോൺമെന്റൽ മാരികൾച്ചർ ബേസ് ചെയ്ത് വരുന്ന എൻവയോൺമെന്റൽ ഡീഗ്രഡേഷൻ പ്രിവെന്റ് ചെയ്യുക എന്നൊക്കെ ഉള്ളതാണ് നമ്മുടെ കോസ്റ്റൽ അക്വാകൾച്ചർ അതോറിറ്റിയുടെ മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. Then, അവരുടെ ഫങ്ഷൻസ് ആണ് രജിസ്ട്രേഷൻ ഓഫ് കോസ്റ്റൽ അക്വാകൾച്ചർ ഫാം. അപ്പൊ കോസ്റ്റൽ നമ്മൾ മാരികൾച്ചർ ചെയ്യാണ് അല്ലെ, കോസ്റ്റൽ അക്വാകൾച്ചർ ഫാംസ് ചെയ്യാണ്, അപ്പൊ അതിന്റെ രജിസ്ട്രേഷൻ. ദെൻ ഇഷ്യൂവൻസ് ഓഫ് ലൈസൻസസ് ആൻഡ് കംപ്ലയൻസ് മോണിറ്ററിംഗ്, അപ്പൊ ലൈസൻസ് ഇഷ്യൂ ചെയ്യുന്ന ഒരു ഏജൻസിയും കൂടെയാണ് എന്ത് CAA എന്ന് പറയുന്നത്. ദെൻ എൻഷുറിംഗ് ഫാംസ് ആർ ഔട്ട്സൈഡ് CRZ1 ആൻഡ് CRZ4 ഏരിയാസ്. അപ്പൊ ചില ഏരിയാസ് ഉണ്ട്, അതായത് നമ്മുടെ ഫാം നടത്തുന്നത് ഈ ഏരിയാസ്, പ്രൊട്ടക്റ്റഡ് ഏരിയാസിന്റെ ഔട്ട്സൈഡ്, വെളിയിലാണ് എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളത് ഇവരുടെ ഫങ്ഷൻ ആണ്. ദെൻ റെഗുലേഷൻ ഓഫ് എഫ്ലുവന്റ് ട്രീറ്റ്മെന്റ് ആൻഡ് വേസ്റ്റ് ഡിസ്പോസൽ. എഫ്ലുവന്റ് ട്രീറ്റ്മെന്റ്, വേസ്റ്റ് ഡിസ്പോസൽ പോലുള്ള കാര്യങ്ങളിലെ റെഗുലേഷൻ. അതായത് നമ്മളിപ്പോ ഇത് ചെയ്യുന്നത് എവിടെയാണ്? മാരികൾച്ചർ ആണ് ചെയ്യുന്നത്, അപ്പൊ അത് എവിടെയാണ് ചെയ്യുന്നത്? കോസ്റ്റൽ സൈഡിലാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അവിടെയുള്ള എഫ്ലുവന്റ് ട്രീറ്റ്മെന്റ്, വേസ്റ്റ് ഡിസ്പോസൽ ഒക്കെ വെരി വെരി ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. അത് വേസ്റ്റ് ഡിസ്പോസൽ ഒക്കെ പ്രോപ്പർ അല്ലെങ്കിൽ എൻവയോൺമെന്റ് പൊല്യൂഷന് കാരണമാകും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് റെഗുലേറ്റ് ചെയ്യുക എന്നുള്ളത് CAAയുടെ ഫങ്ഷൻ ആണ്. ദെൻ ഗൈഡ് ലൈൻസ് ഫോർ ഡിസീസ് പ്രിവെൻഷന് വേണ്ടിയുള്ള ഗൈഡ് ലൈൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് ഇവരുടെ ഫങ്ഷൻ ആണ്. ദെൻ എന്താണ്? മോണിറ്ററിംഗ് യൂസ് ഓഫ് ആന്റിബയോട്ടിക്സ് ആൻഡ് കെമിക്കൽസ്. നമുക്കറിയാം അക്വാകൾച്ചർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫിഷിന്റെ ഹെൽത്തിന് വേണ്ടി ആന്റിബയോട്ടിക്സ് ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ അത് ഡയറക്റ്റ് ആയിട്ട് എങ്ങോട്ടേക്കാണ് പോകുന്നത്? എൻവയോൺമെന്റിലേക്കാണ് പോകുന്നത് അല്ലെ. എൻവയോൺമെന്റിലേക്ക് പോകുമ്പോൾ എന്താണ് പാത്തോജൻ ഈ ഒരു ആന്റിബയോട്ടിക്കിനോട് റെസിസ്റ്റ് ആവും. പിന്നീട് നമ്മൾ ഇത് യൂസ് ചെയ്താൽ എന്താവില്ല? അവര് നശിച്ചു പോവില്ല. ആന്റിബയോട്ടിക്കിന് റെസിസ്റ്റ് ആയതുകൊണ്ട് തന്നെ, ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് എന്ന് പറയും അല്ലെ. അത് അങ്ങനെ വരുന്നത് കൊണ്ട് തന്നെ പിന്നീട് നമ്മൾ ആന്റിബയോട്ടിക്സ് എത്ര യൂസ് ചെയ്താലും കാര്യമില്ല ഉണ്ടാവും. അതുകൊണ്ട് ഈ ഒരു ആന്റിബയോട്ടിക്സിന്റെയും കെമിക്കൽസിന്റെയും യൂസിങ് അല്ലെങ്കിൽ അതിന്റെ ഉപയോഗം മോണിറ്റർ ചെയ്യുക എന്നുള്ളത് CAAയുടെ ഒരു ഫങ്ഷൻ ആണ്. ദെൻ ഇൻസ്പെക്ഷൻ ആൻഡ് ആക്ഷൻ അഗെയിൻസ്റ്റ് ഇല്ലീഗൽ ഫാം. ഇല്ലീഗൽ ആയിട്ട് ഈ പ്രൊട്ടക്റ്റഡ് ഏരിയാസിലൊക്കെ കൊണ്ടുപോയി ഫാം നടത്തുന്ന ആ കാര്യങ്ങൾക്കൊക്കെ അതിനെ ഇൻസ്പെക്ട് ചെയ്യുന്നത്, അതായത് കറക്റ്റ് സ്ഥലത്താണോ തുടങ്ങിയിട്ടുള്ളത്, എന്തെങ്കിലും ഇല്ലീഗൽ ആയിട്ടുള്ള ഫാംസ് ഒക്കെ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ആര് നോക്കുന്നുണ്ട്? കോസ്റ്റൽ അക്വാകൾച്ചർ അതോറിറ്റി നോക്കുന്നുണ്ട്. അതുപോലെ ക്ലോഷർ ഓഫ് നോൺ കംപ്ലൈന്റ് അക്വാകൾച്ചർ ഉണ്ട്. അപ്പൊ നോൺ കോംപ്ലിയന്റ്, അതായത് പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ലാത്ത അക്വാകൾച്ചർ യൂണിറ്റ്സിന്റെ ഒക്കെ ക്ലോഷർ, ആ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ആരാണ്? CA. അപ്പൊ മൊത്തത്തിൽ എന്താണ്? മാരികൾച്ചർ അല്ലെങ്കിൽ കോസ്റ്റൽ അക്വാകൾച്ചർ റെഗുലേഷൻ ആണ് ഇവരുടെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫങ്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഇനി ചെയ്യുന്നത് എംപഡയുടെയും CAAയുടെയും കമ്പാരിസൺ ആണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് നോക്കിയിരുന്നാൽ മതി. എംപഡ എന്താണ് ചെയ്യുന്നത്? അവരുടെ ഒരു നേച്ചർ എന്ന് പറഞ്ഞാൽ പ്രൊമോഷൻ, എക്സ്പോർട്ട് പ്രൊമോഷൻ ആണ്. എന്നാൽ CAA എന്താണ്? റെഗുലേഷൻ ആണ്. ദെൻ എംപഡയുടെ മിനിസ്ട്രി ഏതാണ്? കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ആണ്. എന്നാൽ CAAയുടെ എന്താണ്? ഫിഷറീസ് എന്താണ്? ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫിഷറീസ് അല്ലെ. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫിഷറീസ് ആണ് CAAയുടെ. ദെൻ ഇതിന്റെ മെയിൻ ഫോക്കസ്, എംപഡയുടെ മെയിൻ ഫോക്കസ് എന്താണ്? എക്സ്പോർട്ട് ചെയ്യുക, അതുപോലെ ക്വാളിറ്റി നോക്കുക എന്നുള്ള കാര്യങ്ങളാണ്. എന്നാൽ CAAയുടെ മെയിൻ ആയിട്ടുള്ള എന്താണ് ഫോക്കസ്? എന്താണ്? കോസ്റ്റൽ അക്വാകൾച്ചറിന്റെ കൺട്രോൾ ആണ് അല്ലെ. ദെൻ എംപഡ ഏത് ആക്ടിനെ ബേസ് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്? എംപഡ ആക്ട് 1972 ബേസ് ചെയ്തിട്ടാണെങ്കിൽ CAA വന്നിട്ടുള്ളത് എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? CAA ആക്ട് 2005 ബേസ് ചെയ്തിട്ടാണ്. ദെൻ എംപഡയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് കൊച്ചിയിലാണ്.
CAA കോസ്റ്റൽ അക്വാകൾച്ചർ അതോറിറ്റിയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ്? ചെന്നൈയിലാണ്. ഇതാണ് മേജർ ആയിട്ടുള്ള ഇവർ തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത എന്തൊക്കെ കാര്യങ്ങളെ പറ്റിയിട്ടാണ്? മത്സ്യഫെഡിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ നാഷണൽ ഫിഷറീസ് ഡെവലപ്മെന്റ് ബോർഡിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തു. ദെൻ എംപടയെ പറ്റി ഡിസ്കസ് ചെയ്തു. CAA പറ്റി ഡിസ്കസ് ചെയ്തു അല്ലെ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്. എല്ലാ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഇയർ, ദെൻ അവര് സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആണോ, ഏത് മിനിസ്ട്രിയുടെ അണ്ടറിലാണ് വരുന്നത്, ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ്, ഇവിടെ മെയിൻ ഫങ്ഷൻസ് എന്താണ്, ഏത് ആക്ടിനെ ബേസ് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു ഏരിയയിൽ നിന്ന് ശ്രദ്ധിക്കാനുള്ളത്. അപ്പൊ ഇത്രയും കാര്യങ്ങളും എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത മറ്റൊരു ക്ലാസ്സിലായി നമുക്ക് വീണ്ടും കാണാം. Till then, bye.